റെക്കോർഡിംഗ് ഓണിലാണ്. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അന്തർശയത്തിന്റെ 172 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി സൂര്യ മോഹൻദാസും, ഭജന പാടുന്നത് ശ്രീമതി ശോഭ ശങ്കറുമാണ്. സായിരാം. ഇന്ന് നമ്മുടെ കോർഡിനേറ്റർ ശ്രീ ഡോക്ടർ സതീഷ് ആണ്, സതീഷ് കുമാർ ആണ്. മാഷുണ്ടോ? സായിരാം. സായിരാം. തുടങ്ങിക്കോളൂ മാഷേ. സായിരാം. നമ്മൾ 172 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി ശ്രീമതി സൂര്യ മോഹൻദാസ്, അതുപോലെ ഭജന പാടാനായിട്ട് ശോഭാ ശങ്കർ മഞ്ചേരി. ശാന്തി. നമുക്ക് 3 ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞ് തുടങ്ങാം. അതിനുശേഷം ക്യാമറ ഓണാക്കി ശ്രീമതി ശോഭാ ശങ്കർ സായിവാണി വായിക്കുക 10 മിനിറ്റ്. അതിനുശേഷം ഭഗവാന്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാം ഒരു 15 മിനിറ്റ്. അതിനുശേഷം ഒരു വീഡിയോ പ്രസന്റേഷനും ഭജനയും സായി ഭൂമയോടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം 3 ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീമതി സൂര്യ മോഹൻദാസ്, ദയവായി വീഡിയോ ഓണാക്കുക. സായി വാണി എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. സായിരാം. സായിരാം. ഞാൻ സൂര്യ മോഹൻദാസ്, മഞ്ചേരി സമിതി. ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. സായിരാം. ഭഗവാൻ സത്യസായി സംഘടനകളുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ 1970 നവംബറിൽ പ്രശാന്തി നിലയത്തിൽ വെച്ച് പറഞ്ഞ 4 മൊഴിയായി ചെയ്ത ഒരു ബുക്കിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. സായിരാം. ഇന്ദ്രിയങ്ങളെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ നന്നായിരുന്നു. മുഖത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. പിന്നെ ഞാൻ വായിക്കട്ടെ എന്നാ. സായിരാം, വായിക്കട്ടെ? ഓക്കെ വായിച്ചോളൂ. വീഡിയോ ഓഫ് ആക്കട്ടെ? കംഫർട്ടബിൾ ആണെങ്കിൽ ഓഫ് ആയിക്കോളൂ. ഓക്കെ. ഇന്ദ്രിയങ്ങളെയും മനോവികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധന പതിവായി തുടരണം. നിങ്ങളുടെ മാറ്റത്തെ പരിഹസിക്കുന്നവരുണ്ടാവും. അവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളെ ചൂണ്ടി അവർ പരിഹസിച്ചു പറയാം, ഈ മനുഷ്യനെ നോക്കൂ, ഒരു വലിയ സായി ഭക്തനായിരിക്കുന്നു, അവന്റെ ജപവും ഭജനയും നോക്കൂ എന്നൊക്കെ. ആര് എന്തും പറഞ്ഞുകൊള്ളട്ടെ, ദൃഷ്ടി പതറാതെ ലക്ഷ്യം കരുത്തായി നിങ്ങളിൽ ഉണ്ടാകട്ടെ. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് കുതിച്ചാലും. എനിക്ക് തന്ന ചോദ്യങ്ങളിൽ ചിലത് ജപത്തിൽ ഉപയോഗിക്കേണ്ട നാമങ്ങളെ പറ്റിയാണ്. രാമനാമം മാത്രം ജപിച്ചാൽ മതിയോ, അതോ പഞ്ചാക്ഷരങ്ങളായ നമഃശിവായ എന്നോ അഷ്ടാക്ഷരങ്ങളായ ഓം നമോ നാരായണ എന്നോ ഉച്ചരിക്കണമോ, അതോ ഞാൻ മറ്റു വല്ല നാമവും ഉപദേശിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. ഇതിന് ശാസ്ത്രങ്ങൾ ശരിയായ ഉത്തരം നൽകുന്നുണ്ട്. ഈശ്വരൻ ഏകനും അദ്വിതീയനുമാണ്. ഈശ്വരൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെയും തൃപ്തി പോലെയും ആരാധിക്കാം. ജപിക്കുന്ന നാമത്തിൽ മാറ്റമുണ്ടായാലും ധ്യാനിക്കുന്ന രീതിയിൽ മാറ്റമുണ്ടായാലും ഈശ്വരന് മാറ്റമുണ്ടാകുന്നതല്ല. നമ്മൾ പലതരത്തിലുള്ള മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പല രൂപങ്ങളിലും പേരുകളിലും. എന്നാൽ എല്ലാറ്റിലും പഞ്ചസാര എന്ന ഏക പദാർത്ഥമാണ് ചേർന്ന് മധുരിപ്പിക്കുന്നത്. ഒരു പലഹാരം മറ്റേതിനേക്കാൾ വിശേഷപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, ശരി തന്നെ. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ തടസ്സപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ അരുത്. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കുന്നത് കൃഷ്ണന്റെ ആകൃതിയും പേരും നിങ്ങൾക്ക് അത്യധികം ആനന്ദം തരുന്നത് കൊണ്ടാകാം.
എന്നാൽ അതേ ഈശ്വരനെ മറ്റൊരു നാമത്തിലും രൂപത്തിലും രാമൻ, ശിവൻ, വിഷ്ണു അല്ലെങ്കിൽ മറ്റു വല്ല പേരിലും ആരാധിക്കുന്ന നിങ്ങളുടെ സ്വന്തം സഹോദരനെ കുറ്റപ്പെടുത്തരുത്. ഇഷ്ടമുള്ള പേരിലും രൂപത്തിലും ആരാധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് ഇത്ര തന്നെ അവനുമുണ്ട്. കർമ്മസാബല്യം മന്ത്രത്തെയോ പേരിനെയോ രൂപത്തെയോ അടിസ്ഥാനമായുള്ളതല്ല. ഉൾക്കടമായി ആശിക്കുന്ന ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. നിങ്ങൾ ദാഹിച്ച് അർത്ഥിക്കുന്ന രൂപവും പേരും ഈശ്വരൻ സ്വീകരിച്ച് വിളികേട്ട് മറുപടി തരുന്നു. ഭഗവത് കാരുണ്യത്തിന്റെ അളവുകോൽ അതാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി കരയുമ്പോൾ വീട്ടിലെ മുകളിലെ വെൺമാടത്തിൽ വിശ്രമിക്കുന്ന അമ്മ ബന്ധപ്പെട്ട് കോണിയിറങ്ങി കുട്ടിയെ ലാളിച്ചു പാല് കൊടുക്കുന്നു. കരച്ചിലിന്റെ സ്വരമോ രീതിയോ അളന്ന് പരിഗണിക്കാൻ അമ്മ കാത്തു നിൽക്കുന്നില്ല. അതുപോലെ തന്നെ പരമോന്നതമായ ജഗദംബ രത്നസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കുട്ടിയെ കരുണാപൂർവം സമാശ്വസിപ്പിക്കുന്നു. പക്ഷെ കുട്ടിയുടെ തീവ്രമായ ആശ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്നും നിഷ്കളങ്കമായി പൊന്തി വരുന്നതാവണം. മന്ത്രത്തിന്റെ ശൈലിയോ അക്ഷരപ്രാസമോ അക്ഷരപ്പിഴവോ സ്തുതിരൂപമോ ഒന്നും ജഗദംബ സൂക്ഷ്മാന്വേഷണ വിധേയമാക്കുന്നതല്ല. ഹൃദയംഗമായ ആവേശമാണ് പരമപ്രധാനമായ പരീക്ഷ. ഭക്തിയിൽ മുഴുകിയ സമയദൈർഘ്യമോ അതിനുവേണ്ടി ചെലവ് ചെയ്ത പണമോ പ്രധാനമല്ല. സാധനയിൽ ജാഗരൂകരാകുക. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ഹൃദയാർത്ഥിയിൽ നിന്ന് തന്നെ ഭക്തി ഉയർന്നു പൊന്തട്ടെ. മത്സര വാഞ്ചയ്ക്കോ പ്രദർശന വാഞ്ചയ്ക്കോ വശപ്പെടരുത്. ആ ഭജന മണ്ഡലി ആഴ്ചയിൽ 2 തവണ നഗരസങ്കീർത്തനം നടത്തുന്നു. നമ്മൾ ആഴ്ചയിൽ 3 വട്ടം ചെയ്യണം. ഇങ്ങനെയുള്ള മത്സരം അല്ലെങ്കിൽ പ്രദർശന മനോഭാവം ഉപേക്ഷിക്കുക തന്നെ വേണം. വേറെ ചിലർ നല്ല പ്രവൃത്തി ചെയ്യുന്ന യൂണിറ്റുകളെ തരം താഴ്ത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെയുള്ള സേവന നിരതരായ യൂണിറ്റുകൾ സമ്പാദിക്കുന്ന കീർത്തിയെ പൊറുക്കാനോ സഹിപ്പാനോ കഴിയുന്നില്ല. അതുകൊണ്ട് നല്ല സേവന പ്രവർത്തനം ചെയ്യുന്ന യൂണിറ്റുകളെ ഉപദ്രവിക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ സത്പ്രവൃത്തികൾക്ക് ക്ഷതം പറ്റുന്നു. ഇതര യൂണിറ്റിന്റെ പ്രഹർഷതയ്ക്കും മറ്റൊരു വഴിയുണ്ട്. ഗുരുനാഥൻ ക്ലാസ് മുറിയിലെ കറുപ്പ് പലകമേൽ വെളുത്ത ചോക്കുകൊണ്ട് ഒരു നീണ്ട വരയുണ്ടാക്കിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് കറുപ്പ് പലകയ്ക്കരികെ വന്ന് വരയെ തൊടാതെ തന്നെ അതിനെ ചെറുതാക്കാൻ ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാർ അന്താളിക്കുന്നു. ഒടുവിൽ ഗുരുനാഥൻ തന്നെ ആദ്യത്തെ വരയുടെ താഴെ അതിനെ തൊടാതെ കൂടുതൽ നീളത്തിൽ മറ്റൊരു വര ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യത്തെ വര ചെറുതായി. അപ്രകാരം നിങ്ങളുടെ യൂണിറ്റിന്റെ പ്രശസ്തിക്ക് വേണ്ടി കൂടുതൽ നല്ല സേവനവും പ്രവർത്തനങ്ങളും ഫലപ്രദമായ അധിക ജനങ്ങൾക്ക് ഉപകരിക്കത്ത വിധം ചെയ്യണം. അതാണ് വേണ്ടത്. അസൂയയോ വിമർശനമോ അല്ല, പ്രവർത്തനം മാത്രമാണ് ആവശ്യം. എനിക്ക് കിട്ടിയ മറ്റൊരു ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ മറുപടി പറയുമ്പോൾ നിങ്ങളിൽ ചിലരെ വേദനിപ്പിച്ചേക്കാം. എന്നാലും സത്യത്തെ പറയുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിൽ ചിലർ ഹഠയോഗം, ക്രിയായോഗം, രാജയോഗം പോലെയുള്ള സാധനാക്രമങ്ങളിൽ ആകർഷിതരായി കാണുന്നു. ആത്മസാക്ഷാത്കാരത്തിന് മനുഷ്യരെ അവ സഹായിക്കുന്നുവെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവയിൽ ഒന്നുപോലും ഈശ്വര സാക്ഷാത്കാരത്തെ സാധ്യമാക്കില്ല. ഇത് ഞാൻ അത്യധികം ഹൃദയദാർഢ്യത്തോടെ കൂടിയാണ് പറയുന്നത്. പ്രേമയോഗത്തിൽ അച്ചടക്കത്തോടു കൂടിയാണ് പറയുന്നത്. പ്രേമയോഗത്തിൽ അച്ചടക്കത്തോടു കൂടിയ പ്രേമത്തിന് മാത്രമേ നിങ്ങളെ ഈശ്വര സന്നിധിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മേൽ പറഞ്ഞ യോഗങ്ങൾ മനഃശാഞ്ചല്യങ്ങളെ താൽക്കാലികമായി ശാന്തമാക്കാൻ ഉപകരിച്ചേക്കാം. ആരോഗ്യം മെച്ചമാക്കിയേക്കും. ആയുഷ്കാലം നീണ്ടുപോയേക്കാം. കൂടുതലായി ഒന്നും ആ വക യോഗങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കൂടുതൽ കൊല്ലങ്ങൾ ജീവിക്കുന്ന ശരീരം കൊണ്ട് എന്തു മേന്മയും നന്മയുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രേമമാണ് വളർത്തുന്നതെങ്കിൽ സ്വാർത്ഥ തൽപരതയെ കൂടാതെ മറ്റുള്ളവരുടെ സേവനത്തിന് ശരീരത്തെ ഉപയോഗപ്പെടുത്താം. അന്യർക്ക് സേവനം ചെയ്യാനും ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടി ജീവൻ ഉള്ളത് വരെ ശരീരത്തെ സസൂക്ഷ്മം നിലനിർത്തണം. ആധ്യാത്മിക സാധനങ്ങളിൽ ചിലർ കർശനമായി നിഷ്കർഷ പാലിച്ചുകൊണ്ട് ജപം, ധ്യാനം മുതലായ ശ്രമകരമായ സമയ പട്ടികയ്ക്കനുസരിച്ച് തുടരുന്നു. തീർച്ചയായും ഇത് നല്ല പരിചയം തന്നെയാണെങ്കിലും വല്ലവരെയും സഹായിപ്പാനുള്ള അടിയന്തര ആവശ്യം വന്നാൽ അങ്ങനെയുള്ള സേവനം മഹത്തായതിനാൽ ധ്യാന പരിപാടിയുടെ സമയ നിബന്ധന കർശനമാക്കേണ്ടതില്ല. നിങ്ങളുടെ ധ്യാനം നിർത്തി ആതൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ധ്യാനം കൊണ്ടുള്ള സാഫല്യത്തെക്കാൾ ഏറെ ശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്നു.
വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ അയൽക്കാരൻ സഹായാശ്വാസം അഭ്യർത്ഥിക്കുന്നതിലുള്ള അസൗകര്യം കണക്കിലെടുത്ത് സ്ഥലം വിട്ട് ഒരു വിജന സ്ഥലത്ത് പോയി ധ്യാനം ചെയ്യുമെന്ന് കരുതുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുന്ന ധ്യാനം കൊണ്ട് യാതൊരു പുണ്യവും കിട്ടുന്നതല്ല. തീർച്ചയായും അത് വലിയ ഒരു തെറ്റായതിനാൽ ഈശ്വര കാരുണ്യം അർഹിക്കുകയുമില്ല. ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് മനുഷ്യ സേവനത്തിന് ഏർപ്പാട് ചെയ്യുമ്പോൾ നിങ്ങളും സേവനത്തിന് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. അതിന് നിങ്ങളോട് ഈശ്വരൻ സന്തോഷിച്ച് കാരുണ്യം ചൊരിയുകയും ചെയ്യും. ഈശ്വര പ്രീതിക്ക് വേണ്ടിയുള്ള ഈശ്വര കാരുണ്യം ഉണ്ടാകുമെന്നും തോന്നുന്നു. സായിരാം. മാം, അപ്പൊ ഇനി ഭഗവാനായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഒരു 12-15 മിനിറ്റ് വരെ എടുക്കാം. സായിരാം. ഓക്കെ, സായിരാം. സായിരാം. സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ കോടി കോടി പ്രണാമം. എന്നെ കേൾക്കാൻ എത്തിയ എല്ലാവർക്കും സായിരാം. പുട്ടപ്പർത്തിയിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായ ചുമയും ശബ്ദമടപ്പും മാറിയിട്ടില്ല. എന്നാലും ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കും. സായിരാം. ഞാൻ 1986 മുതൽ സ്വാമിയെ കേൾക്കാനും വിശ്വസിക്കാനും തുടങ്ങിയിരുന്നു. 1-2 തവണ ഓണത്തിന് ഞങ്ങൾ കുടുംബസമേതം പർത്തിയിൽ പോയിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ സമിതിയിൽ പോകാനോ സജീവമായി പങ്കെടുക്കാനോ കഴിഞ്ഞിരുന്നില്ല. 12-9-6 പ്രായത്തിലുള്ള 3 മക്കളും ജോലിയും എല്ലാം ആയതുകൊണ്ട് കഴിഞ്ഞിരുന്നില്ല. സമിതിയിൽ അന്ന് വളരെയധികം ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. കുറെ പേർ സർവീസിന് പോകുന്നുമുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്കും സർവീസിന് പോകണം എന്ന ആഗ്രഹം ഭയങ്കരമായി ഉണ്ടായി. അങ്ങനെ 95-ൽ ഞാൻ പേര് കൊടുത്തു. വീട്ടിൽ പറഞ്ഞപ്പോൾ കുട്ടികൾ സപ്പോർട്ടായിരുന്നു. ബാലവികാസ് വിദ്യാർത്ഥികളായിരുന്നു. അവർ പറഞ്ഞത് മമ്മി പോയാൽ ഞങ്ങൾ പഠിച്ചോളാം. അവരുടെ സ്വാമിക്കുള്ള കത്ത് ഞാൻ കൽപ്പവൃക്ഷത്തിന് ചുവട്ടിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നായിരുന്നു. എന്നാൽ അവർക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് അച്ഛനെയും അവർ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷെ പോകുന്നതിന് മുമ്പ് 2 ദിവസം മുൻപ് ഭർത്താവിന്റെ അമ്മായിക്ക് അസുഖം വന്നു. അതോടെ ഞാൻ പോകുന്നതിൽ അവരൊക്കെ എതിർത്തു. ഞാൻ പോയില്ല. സമിതിയിൽ നിന്ന് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറെ കരഞ്ഞു കരഞ്ഞുറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വാമി എന്റെ കട്ടിലിൽ ഇരുന്ന് എന്റെ കൈ പിടിച്ചു പറയുകയാണ്, നിന്റെ കൂടെ ഞാനില്ലേ, പിന്നെ എന്തിനു വിഷമിക്കുന്നത് എന്ന്. ഉണർന്നപ്പോൾ അറിഞ്ഞ സ്വപ്നമാണെന്ന്. പക്ഷെ ആ സ്വപ്നം എനിക്ക് ധൈര്യം തന്നു. സ്വാമി കൊണ്ടുപോകുമെന്ന്. അടുത്ത ഡ്യൂട്ടി വന്നു. ഞാൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ പേര് കൊടുത്തു. ഓഫീസിൽ ഞാൻ ലീവ് കൊടുത്തു. ആരും തടസ്സപ്പെടുത്തിയില്ല. അങ്ങനെ 1996 മുതൽ ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരി വരെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഏകദേശം 56 ഡ്യൂട്ടി ചെയ്തു. വീട്ടിലോ ഓഫീസിലോ ആർക്കും ഒരു ഇഷ്ടക്കേടും കണ്ടില്ല. ഞാൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ മാസം ആദ്യവും അവസാനവും നല്ല ജോലിയായിരിക്കും. പബ്ലിക് അവരുടെ അർഹതപ്പെട്ട ശമ്പളത്തിനും പെൻഷനും വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഉള്ളിടത്ത് ഒരാളും ഒരു പരാതിയും പറയാൻ ഇടവരുത്താതെ എന്റെ സഹപ്രവർത്തകർ കൈകാര്യം ചെയ്തു. 10 ദിവസമൊക്കെ സീറ്റിൽ ആളില്ലാത്ത അവസ്ഥ ആരും അറിഞ്ഞില്ല. എല്ലാവർക്കും അറിയാം, സർക്കാർ ഓഫീസിൽ പല സംഘടനയിലും പെട്ടവർ ഉണ്ടാകും. സ്വാമിയുടെ കാരുണ്യത്തിൽ ആരും എതിരു നിന്നില്ല. ജനുവരി ജൂലൈ ആയാൽ അവർ ഇങ്ങോട്ട് ചോദിക്കും, പാത്രം കഴുകാൻ പുട്ടപർത്തിയിലേക്ക് പോകണ്ടേ എന്ന്. ആദ്യം ക്യാൻറ്റീനിൽ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു അസുഖവും വന്നില്ല. അവർ പഠിക്കാതെ ഉഴപ്പിയതുമില്ല. അതേപോലെ പെൻഷൻകാർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, കുട്ടി പോണില്ലേ എന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ലേ. എല്ലാ വർഷവും 2 പ്രാവശ്യം ഡ്യൂട്ടി എടുക്കാൻ എനിക്ക് ഒരിക്കലും ശമ്പളമില്ലാത്ത ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല. 20 ലീവ് മാത്രമാണ് ഒരു വർഷം. അതെനിക്ക് ഈ സർവീസിന് പോകാനായിരുന്നു. അല്ലാതെ വീട്ടിൽ ഞാൻ ലീവ് എടുത്തിരിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക്, ഭർത്താവിന്, എനിക്ക് ആർക്കും അങ്ങനെ ലീവ് എടുത്തിരിക്കേണ്ട അസുഖങ്ങളൊന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടില്ല. സ്വാമിയെ നാം വിശ്വസിച്ചാൽ, എല്ലാം സമർപ്പിച്ചാൽ പിന്നെ സ്വാമി എല്ലാറ്റിനും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ധൈര്യമാണ്. ആരെതിർത്താലും സ്വാമിയുണ്ട് കൂടെ എന്ന് വിശ്വസിക്കുന്നു എന്ന വിശ്വാസം. എല്ലാവരും കുട്ടികൾ എല്ലാവരും പഠിച്ചു നല്ല നിലയിലെത്താൻ
ഭഗവാൻ സഹായിച്ചു. എത്രത്തോളം പുട്ടപ്പർത്തിയിൽ സർവീസിന് പോകാൻ പറ്റുമോ അതുവരെ സ്വാമിയുടെ സേവനമാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. സായിരാം. അതേപോലെ കഴിഞ്ഞ 2023 ജനുവരി ഡ്യൂട്ടിയിലെ ഒരു അനുഭവം പറയാം. ഓങ്കാരം ഹാളിലെ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. ഗണേഷ് ഗേറ്റിനടുത്തുള്ള നാഗങ്ങളെ കുളിപ്പിക്കുന്നത് രാവിലത്തെ ഡ്യൂട്ടിയാണ്. 3-4 കൊല്ലം ചെയ്യുന്നതായിരുന്നു അത്. ഞാനും കണ്ണൂരിലെ സതിയും ഉണ്ടാവും. ആ ആൽത്തറയിലേക്ക് 2 കൈയും ഊന്നി കയറലായിരുന്നു പതിവ്. അങ്ങനെ 23 ജനുവരിയിൽ ഞാൻ കൈ ഊന്നിയപ്പോൾ കയറാൻ പറ്റുന്നില്ല. കുറെ ശ്രമിച്ചു, പറ്റുന്നില്ല. ഞാൻ കരഞ്ഞു, ഭഗവാൻ ഇത്രയും മഹത്തരമായൊരു ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ നാട്ടിലൊന്നും നാഗങ്ങളെ സ്ത്രീകൾ തൊടുക പോലും ഇല്ല. ഇവിടെയാണെങ്കിൽ ആ 11 നാഗദൈവങ്ങളെയും കുളിപ്പിച്ച് മഞ്ഞൾ തേച്ച് കുങ്കുമം തൊടിയിച്ച് പൂജ എന്ന ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. സദ്യ എന്നെ കയറാൻ സഹായിച്ചിട്ടും പറ്റിയില്ല. അപ്പോഴാണ് ജെൻസ് പകലിരിക്കുന്ന ഒരു കസേര കണ്ടത്. എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അതെടുത്ത് കയറി എല്ലാം ചെയ്തു. ചീത്ത കേൾക്കും രാവിലെ എന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ സ്വാമി അത് ആരെയും അറിയിച്ചില്ല. ആ പ്രാവശ്യം എനിക്ക് ഡ്യൂട്ടി മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പുട്ടപർത്തിയിലേക്ക് പോയത്. 30-ന് തിരിച്ചു പോകണം എന്നവൻ പറഞ്ഞതിനാൽ ഞാൻ 3 ദിവസം മുൻപ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം സതിയുടെ ഫോൺ. ചേച്ചി മടങ്ങിയ അന്ന് രാത്രി നാഗങ്ങളുടെ ആൽത്തറയ്ക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കിയെന്ന്. 2 സ്റ്റെപ്പ്. പകൽ അവയുടെ മുകളിൽ ചെടിച്ചട്ടി വെച്ചു, ആരും കയറാതിരിക്കാൻ. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി എത്ര വയ്യാതായാലും കയറാം. സ്വാമി നമ്മുടെ മനസ്സിന്റെ വേദന എത്ര വേഗമാണ് അറിയുന്നത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. എനിക്ക് നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്, കഴിയുമെങ്കിൽ പുട്ടപ്പർത്തി ഡ്യൂട്ടിക്ക് പോകാൻ ശ്രമിക്കുക. നമ്മളില്ലെങ്കിലും എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അതല്ലേ പ്രധാനം. ആരോഗ്യമുള്ളപ്പോൾ കിട്ടുന്ന സന്ദർഭം പാഴാക്കരുത്. ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ സർവീസിന് പോകുമ്പോൾ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് ചീത്ത പറയുന്നത് കേട്ട് നാം പ്രതികരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമിയിൽ അലിഞ്ഞു ചേർന്ന ജീവിതമാണ് അവരുടേത്. നമ്മളോ ഒരാഴ്ചത്തേക്ക് പോകുന്നവർ മാത്രം. എൻ്റെ അനുഭവം പറയാം. എൻ്റെ അമ്മ എനിക്ക് 23 വയസ്സുള്ളപ്പോൾ സ്വർഗത്തിലേക്ക് പോയതാണ്. സ്വർഗത്തിലേക്ക് പോയി എന്നത് അമ്മയ്ക്ക് അത്രയും യോജിച്ചതാണ്. കാരണം അമ്മ നല്ലത് മാത്രം ചെയ്ത ഒരാളായിരുന്നു. ആര് വന്ന് കരഞ്ഞ് സഹായം ചോദിച്ചാലും എടുത്തു കൊടുക്കും. നാളേക്ക് വീട്ടിലുണ്ടോ എന്ന ചിന്തയും ഉണ്ടാകില്ല. അവരുടെ സങ്കടം കണ്ട മനസ്സലിയുന്ന ഒരമ്മ ഞങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒന്ന് കൊഞ്ചിരിക്കും. അതാണ് മറുപടി. അമ്മ പോയപ്പോൾ എനിക്കാകെ നിരാശയായി. എന്ത് സന്തോഷമുണ്ടായാലും സങ്കടമുണ്ടായാലും അമ്മയില്ലല്ലോ പങ്കുവെക്കാൻ എന്ന വേദന. പുട്ടപർത്തിയിൽ എത്തിയപ്പോൾ ഒരമ്മയ്ക്ക് പകരം കുറേ അമ്മമാർ. ആദ്യം ക്യാൻറ്റീനിലായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു എന്നെ സ്നേഹിച്ച ഒരു പാർട്ടി. ഇപ്പോൾ 10-15 വർഷം ഓങ്കാര ഹാളിൽ ഡ്യൂട്ടിയിലായപ്പോൾ ഒന്നിനു പകരം 3-4 അമ്മമാർ. ഡ്യൂട്ടി തുടങ്ങിയാൽ വഴക്ക് കേൾക്കാത്ത ഒരു ദിവസവും ഉണ്ടാകില്ല. ആര് ചെയ്താലും എനിക്ക് കേൾക്കാൻ ചീത്ത. എൻ്റെ കൂടെ ഉള്ളവർ ചോദിക്കും, ചേച്ചി എന്തിനാ ഇങ്ങനെ മിണ്ടാതെ കേൾക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ സന്തോഷം എനിക്ക് മാത്രമേ അറിയൂ. പണ്ട് അമ്മ എന്നെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ വഴക്ക് പറയും. ഞാനൊന്നും പറയാതെ നിന്ന് തലയൊക്കെ ആട്ടി നിന്ന് കേൾക്കും. മറുപടി പറയില്ല. അമ്മയ്ക്കും അതാണ് വേണ്ടത്. തർക്കുത്തരം പറയാതെ മോൾ കേൾക്കുന്നത്. ഇപ്പോൾ പർത്തിയിലെ അമ്മമാർ പറയുമ്പോഴും ഞാൻ അങ്ങനെ നിന്ന് കേൾക്കും. അവർക്കും അതാണ് വേണ്ടത്. നമ്മൾ അവരെ തിരുത്തുന്നതിലല്ല, വർഷത്തിൽ 2 പ്രാവശ്യം അവരോടൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലം കൂടെ വരുന്നു. 15 വയസ്സിൽ കുട്ടിയാവുന്നു. ഞാനും 60 കഴിഞ്ഞ ഒരാളാണെന്നോ ഒരു റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസർ ആണെന്നോ ഓർമ്മ വരില്ല. എന്നെ വിട്ടുപോയ എൻ്റെ അമ്മയുടെ മോളായിട്ട് നിന്ന് വഴക്ക് കേൾക്കും. എൻ്റെ കാര്യം എല്ലാം ചോദിക്കും. ഷുഗർ കൺട്രോൾ ചെയ്യുന്നില്ലേ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ. ഇപ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞത്, നീ വല്ലാതെ സ്ലിമ്മായി എന്ന്. ശരിക്കും ഞാൻ തടിച്ചിരുന്നു. ഒരു മോളെ പോലെ അവർ കെയർ ചെയ്യുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടും? സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ് ഇതൊക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഭഗവാൻ ചെയ്യുന്നതാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതിരിക്കാനാണ് സ്വാമി എല്ലാ വർഷവും 2 പ്രാവശ്യം എന്നെ പുട്ടപർത്തിയിൽ എത്തിക്കുന്നത്. എങ്ങനെ സ്വാമിയോട് ഇതിനൊക്കെ നന്ദി പറയാ? നന്ദി പറയാൻ ഉള്ള ആളല്ലല്ലോ സ്വാമി. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ അനുഭവമായിട്ട് പറയാനുള്ളത്. പിന്നെന്താ പറയാ,
അതുകൊണ്ട് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകലും മുടക്കരുത്. അത്രേ ഉള്ളൂ പറയാനുള്ളൂ എനിക്ക്. സായിരാം. സായിരാം മാം വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. സായിരാം. ഇനി നമുക്ക് ഭഗവാന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ കാണാം, ഭഗവാന്റെ സന്ദേശം കേൾക്കാം. സായിരാം. అట్టి దివ్యమైన భవ్యమైనటువంటి యొక్క శక్తిని మనం ఈనాడు ఎందుకు వదులుకున్నాము? How is that we have lost this divinity latent with us, which is మానవుని so యందు fresh and novel? ఉండవలసినటువంటి యొక్క నిజమైనటువంటి యొక్క విలువలు ఈనాడు కోల్పోయినాం. Today we have lost the sacred human values. ఆ విలువలను కోల్పోవడం చేతనే మనము పూర్తి బలహీనమైపోయినాం. Because of the loss of the human values, we have become very weak. ఎగ్జామినేషన్ లోపల అనేక రకమైనటువంటి మార్కులు మీరు పొందవచ్చును. You may have high percentage of marks కానీ in ఈ మార్కుల examination. కంటే కూడాను మనం పొందినా పొందకపోయినా కూడా రిమార్కులు మాత్రం తేకూడదు. You may get high percentage of marks, but see that you don't get remarks anyway. దేశంలో ఎందరో విద్యార్థులు, ఎందరో యువకులు లోకంలో అనేక పాటలు పడుతున్నారు. In this country and in this world, youngsters strive ఈ hard. చదువుల నిమిత్తమై దేశమును కూడా తిరుగుతున్నారు. For education, they go around the world. నిజమైనటువంటి యొక్క విలువల నిమిత్తమై తన హృదయాంతరంలోకి చేరినప్పుడు అంతే చాలు, అక్కడనే నిజమైన భాగ్యం మనకు లభిస్తుంది. In order to have human values, one should turn within, get into the heart. నిజమైన భోగ భాగ్యములు మన హృదయం నుండే ఉన్నవి, కానీ బయట ప్రదేశములందు కానరావు. The true wealth and affluence is present in our own heart, not outside. కనుక ప్రతి విద్యార్థి కూడాను మనసును అంతర్గతంగా మార్చుకోవాలి. So every person, student, should make an attempt to turn the mind inward. ఈ విద్యార్థులు మనసును అంతర్ముఖంగా మార్చుకున్నప్పుడే దీనికి తగినటువంటి శక్తి సామర్థ్యములు ఎన్నింటినైనా సాధించగలరు. When once the mind turns inward, you will have all the ability and the strength and capacities. యువతులైనటువంటి భారతకులు, భావి భారతోద్ధారకులు నిజమైనటువంటి యొక్క శక్తి సామర్థ్యం సాధించి దేశమును విజ్ఞానవంతులుగా మారాలనుకుంటే ఈ భావములను మాత్రం పెంచుకోవాలి. The leaders of the future, the emancipators of the future, should have these ideas and noble sentiments. కనుక మొట్టమొదటి మానవతా విలువలను మనం సాధించాలి. Therefore, we should achieve human values to begin with. ఎంత ధనం పోయినప్పటికీ దాన్ని సంపాదించవచ్చును. You may lose money, but you can get it back. ఎంతటి ఆరోగ్యం క్షీణించినప్పటికీ మనము దీన్ని సాధించవచ్చును. You may lose your health, but you can get back your health. కానీ మన విలువలే మనము కోల్పోయిన సర్వమును కోల్పోయిన వారు అవుతాము. When once the values are lost, you will be losing everything of this life. కనుక మన యొక్క విలువలను మనం కాపాడుకుంటూ రావాలి. Therefore, we have to protect and safeguard our innate values. സായിരാം. ഇനി ഒരു ഭജന കേൾക്കാം. പാടുന്നത് ശ്രീമതി ശോഭാ ശങ്കർ മഞ്ചേരി. സായിരാം മാം. സായിരാം. മഹാദേവ മഹേശ്വര സായി നാരായണ മഹാദേവ മഹേശ്വര സായി നാരായണ നടനാകര ദുഃഖഭഞ്ജന സായി നാരായണ നടനാകര ദുഃഖഭഞ്ജന സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ अल्लाह तुम महावीर यीशु साई नारायण अल्लाह तुम महावीर यीशु साई नारायण हृदयेश्वर
പരതീശ്വര സായി നാരായണ ഹൃദയേശ്വര പരതീശ്വര സായി നാരായണ മഹാദേവ മഹേശ്വര സായി നാരായണ നടനാകര ദുഃഖഭഞ്ജന സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ അല്ലാഹ് തും മഹാവീർ യേശു സായി നാരായണ അല്ലാഹ് തും മഹാവീർ യേശു സായി നാരായണ ഹൃദയേശ്വര പരതീശ്വര സായി നാരായണ ഹൃദയേശ്വര പരതീശ്വര സായി നാരായണ മഹാദേവ മഹേശ്വര സായി നാരായണ. സായിരാം. സായിരാം മാം, വളരെ നല്ല വചനായിരുന്നു. സായിരാം. ഇനി സായി ഉപമ. ക്ഷണിക്കുന്നു. അഹിംസ അരിയും, അർപ്പിതം പയറും, പ്രായശ്ചിത്തം കിസ്മിസും, പശ്ചാത്താപം ശർക്കരയുമാണ്. ഇവയെല്ലാം സദ്ഗുണമാകുന്ന നെയ്യ് ചേർത്ത് ഇളക്കുക. അതാണ് നിങ്ങൾ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കേണ്ടതായ പായസ നിവേദ്യം. അതല്ലാതെ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന നിസ്സാര വിലയ്ക്ക് വാങ്ങുന്ന നിസ്സാരമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന പായസം അല്ല. ഗോപികമാർക്ക് ഭഗവാന്റെ ഹൃദയത്തിലേക്കുള്ള രഹസ്യമാർഗം അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സാധിച്ചു. ജയ സായിരാം. സായിരാം. എല്ലാം വളരെ നന്നായി. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. 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 സായിരാം.